ഒക്ടോബർ 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലെ 28ഓളം നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. ഛത്തീസ്ഗഡിലുള്ള ഈ ഒരു നക്സലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള വാർത്തകളാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയും പറഞ്ഞ ടോപ്പിക്കിൽ പ്രത്യേകിച്ചും GSTയുടെ അകത്ത് വരുന്നതാണ്. അതിൽ ഈ ഒരു നക്സലിസം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്ത് അതിന്റെ കറണ്ട് ഈവൻസുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 28ഓളം നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പോലീസ്മാനെ ഇഞ്ചുറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രനേഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചീഫ് മിനിസ്റ്റർ ഈ സെക്യൂരിറ്റി ഫോഴ്സസിനെ പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ ഒരു നക്സലിസത്തിനെതിരെ കൊമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ധീരമായിട്ടുള്ള പരിശ്രമത്തെ എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ചും അബുജമാഡ് അതുപോലെ നായർപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട് ഏരിയാസിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജോയിന്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, അവിടുത്തെ രണ്ട് സ്ഥലത്തെയും ജോയിന്റ് സെക്യൂരിറ്റി ഫോഴ്സുകളാണ് ഇന്റലിജൻസ് അവിടെ നക്സലൈറ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്റലിജൻസ് കിട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ മണിക്കൂറുകളോളം പരസ്പരം വെടിയുതിർക്കലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ശേഷമാണ് ഇത്രയും നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അവിടെ AK-47 റൈഫിളുകളും സെൽഫ് ലോഡിംഗ് റൈഫിളുകളും ഒക്കെ തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതായത് ആയുധമേന്തിയിട്ട് കലാപം നടത്താൻ ഉദ്ദേശിച്ചുള്ള ആൾക്കാരാണ് ഈ ഒരു നക്സലൈറ്റുകൾ എന്ന് അവരുടെ കയ്യിൽ നിന്നും ആയുധം കിട്ടിയതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പോൾ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് ഈ നക്സലൈറ്റുകൾ ഇതുവരെ ഈ വർഷം 185 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവര് ആയുധമേന്തിയിട്ട് സ്റ്റേറ്റ് മെഷീനറീസിനെതിരെ പോരാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ആന്റി നക്സൽ ഓപ്പറേഷൻസ് മെച്ചപ്പെടാറുണ്ട്. അപ്പോൾ 2026 കൂടിയിട്ട് രാജ്യത്ത് നിന്ന് നക്സലിസം എന്ന് പറയുന്ന ആ തീവ്രവാദ മൂവ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേ സമയത്ത് നക്സലൈറ്റുകളോട് ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. ഈ ഒരു വാർത്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിന് പകരം ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു ഇന്ത്യ എങ്ങനെയാണ് ഇന്റേണൽ ഇൻസർജൻസിനെ നേരിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് നക്സലൈറ്റുകളുമായിട്ടുള്ള കൗണ്ടർ ഓപ്പറേഷൻസ് ആണ്. അതിനെക്കുറിച്ചും അതിന് ഉദാഹരണമായിട്ട് ഈ ഒരു ഈവന്റ് നമുക്ക് പറയാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊന്ന് സാർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. SCO മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ SCO മീറ്റിംഗ് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒക്ടോബർ 15-16 തീയതികളിൽ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒക്ടോബർ 15-16 തീയതികളിലാണ് SCOയുടെ മീറ്റിംഗ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പാകിസ്ഥാനിൽ നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ 2015 ഇന്ത്യയുടെ അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് പോയതിനു ശേഷം, അന്ന് ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിന് പാകിസ്ഥാനിൽ പോയതിനു ശേഷം ഏകദേശം 9 വർഷമായി, ഏകദേശം 10 വർഷത്തിനടുത്തായി ഒരു വിദേശകാര്യമന്ത്രി പോയിട്ടില്ല എന്നുകൂടി ഓർത്തുക. പക്ഷേ ഇന്ത്യ ഈ ഒരു സമയത്ത് പാകിസ്ഥാനിൽ പോവില്ല, ഇന്ത്യ SCOയിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്ന അഭ്യൂഹങ്ങളൊക്കെ പടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ SCOയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഈ ഒരു റീജിയണൽ കോപ്പറേഷൻ SCO എന്ന് പറയുന്ന സംഘടനയിൽ ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ട് നിലവിൽ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്ന് ഓർത്തു വെക്കാം. എന്നാൽ ഇന്ത്യ SCOയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ സാർക്കിന്റെ മീറ്റിങ്ങുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ 2016 മുതൽ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് പാകിസ്ഥാൻ അതിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഇന്ത്യ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് സാർക്കിൽ കൊണ്ടുവരുമ്പോൾ പാകിസ്ഥാൻ അതിനെ തടയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മോട്ടോർ വെഹിക്കിൾ എഗ്രിമെന്റ് ആൻഡ് എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്നപ്പോൾ അതിനെ പാകിസ്ഥാൻ തടയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇന്ത്യ സാർക്കിൽ കാര്യമായിട്ടുള്ള പങ്കെടുപ്പുകൾ ഇല്ലാതിരുന്നത് എന്ന് ഓർത്തു വെക്കാം. അതേസമയത്ത് SCOയിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള റീജിയണൽ മീറ്റിങ്ങുകളിൽ നടത്തിയിട്ടുള്ള ഇഷ്യൂസ് SCOയിൽ ആവർത്തിക്കില്ല എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യ റീജിയണൽ കോർപ്പറേഷനിൽ വളരെയധികം ശ്രദ്ധ ഇതാക്കുന്നുണ്ട്. പക്ഷേ സാർക്കിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല, പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ സ്റ്റാൻഡ് കാരണം. അതുകൊണ്ടാണ് സാർക്ക് മീറ്റിങ്ങുകളിൽ ഇന്ത്യ അധികം പങ്കെടുക്കാത്തതെന്നാണ് ഓദർ പറയുന്നതും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു SCOയുടെ മീറ്റിങ്ങിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് സാർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. മൺസൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് മൺസൂണിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നും നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ ഇമ്പാക്ട് അതിനെ മോഡൽ ചെയ്യേണ്ടതും ഇന്ത്യൻ ക്ലൈമറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്
എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. കാരണം നോർത്ത് ഈസ്റ്റ് മൺസൂണും വലിയ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ തിരിച്ചിങ്ങോട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ തിരിച്ചിങ്ങോട്ട് കാറ്റ് വീശാൻ വേണ്ടി തുടങ്ങും, മഴയും ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന് ശേഷമാണ്, അതായത് റിവേഴ്സൽ എന്നുള്ള ഐഡിയ ആണ്. കാറ്റുകളുടെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഇത് ചില റീജിയൻസിൽ, പർട്ടിക്കുലർലി സൗത്തേൺ ഇന്ത്യയിലെ ഈ ഒരു തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള പ്രദേശങ്ങളിൽ നന്നായിട്ട് മഴ കിട്ടും. സൗത്തേൺ കർണാടകയിലും തമിഴ്നാടുവിലൊക്കെ കൂടുതൽ റെയിൻഫോൾ കിട്ടും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ മൊത്തം റെയിൻഫോളിൻ്റെ ഏകദേശം നോർത്ത് ഈസ്റ്റ് മൺസൂൺ 11% അക്കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കണം. ഇത് വളരെ കുറവാണ് അല്ലേ, സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. മൊത്തം 11% മാത്രമേ ഇതുള്ളൂ. അപ്പോൾ പക്ഷേ ചില പ്രത്യേക പ്രദേശങ്ങൾക്ക് ഇതാണ് കാര്യമായിട്ട് മഴ കിട്ടുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ അഗ്രികൾച്ചറിന് ഇത് വലിയ ഇമ്പാക്റ്റ് ആണ്. ഉദാഹരണത്തിന് ആ ഒരു മേഖലയിൽ കൃഷി ചെയ്യുന്ന റൈസ്, മെയ്സ് തുടങ്ങിയിട്ടുള്ള ക്രോപ്പുകൾ, പ്രത്യേകിച്ച് തമിഴ്നാടും ആന്ധ്രാപ്രദേശിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു നോർത്ത് വെസ്റ്റ് മൺസൂൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറൽ വാരിയബിലിറ്റി, ഈ ഒരു റെയിൻഫോളിൻ്റെ അളവിൽ ഉണ്ടാകുന്ന വാരിയബിലിറ്റി അവിടെ ഉണ്ടാക്കുന്ന ക്രോപ്പുകളുടെ പ്രൊഡക്ഷനെ തന്നെ ബാധിക്കുന്നുണ്ട്, ക്രോപ്പ് ഈൽഡിനെ ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൃത്യമായിട്ട് മഴ കിട്ടുന്നില്ല, ഒരു ഡ്രൈ സ്പെല്ലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ക്രോപ്പ് ഈൽഡ് കുറയാൻ കാരണമാകും എന്നുള്ളതാണ്. അതേസമയത്ത് വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ അത് അവിടെ അർബൻ ഫ്ലഡിങ്ങിന് കാരണം. ഉദാഹരണത്തിന് 2015 ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് ഇത്തരത്തിലുള്ള ഈ ഒരു ശക്തമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാരണമാണ്. അതായത് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന് എന്ത് ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത്, അതേപോലെ തന്നെ പ്രഡിക്ഷനും മറ്റുമൊക്കെ ആയിട്ട്, വാർണിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂണിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഓതർ പറയുന്നുള്ളത്. അതായത് നിലവിലുള്ള ഫോർകാസ്റ്റിംഗ് സിസ്റ്റത്തെ കുറെ കൂടി ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട്, കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ സംബന്ധിച്ചും കുറെ കൂടി റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ വേണം. ബിക്കോസ് ഇത് ചെന്നൈയിൽ അർബൻ ഫ്ലഡിന് കാരണം ആയിട്ടുണ്ട്, ഇനിയും ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട അൺസർട്ടിനിറ്റി നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട അൺസർട്ടിനിറ്റീസ് കാരണം ക്ലൈമറ്റ് മോഡലുകളൊന്നും കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി പോകുന്നില്ല. ശക്തമായ മഴ ഉണ്ടാവുമെന്ന് വെച്ചാൽ അന്ന് നല്ല വെയിലായിരിക്കും, ഈ മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അന്ന് കൊടുങ്കാറ്റും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിലവിലത്തെ ക്ലൈമറ്റ് മോഡലിൻ്റെ പ്രശ്നം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മറ്റുമൊക്കെ കൃത്യമായിട്ടുള്ള ക്ലൈമറ്റ് മോഡലുകൾ, കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് വളരെ വളരെ അത്യാവശ്യമാണ്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് മറ്റൊക്കെ എടുക്കുന്നതിനും വിവിധ ഏജൻസികളെ തമ്മിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ നടത്താനും ഒക്കെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രഡിക്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിങ്ങും മറ്റുമൊക്കെ നൽകേണ്ടതാണ്. അപ്പോൾ നിലവിലുള്ള ഫോർകാസ്റ്റുകൾ നോർമൽ റെയിൻഫോൾ ആണ് ഈ വർഷം പ്രെഡിക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് അഗ്രികൾച്ചറിന് ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല. ബിക്കോസ് നമ്മുടെ ക്ലൈമറ്റ് പ്രഡിക്ഷൻ മോഡൽസുകൾ അത്ര റിലയബിൾ അല്ല ഇന്ന് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത വയനാട് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടാണ്. കേരള പ്രധാനമായിട്ടും 6 റിസ്കി സോണുകളെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഓതേഴ്സ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് വയനാടുണ്ടായ ലാൻഡ് സ്ലൈഡിനെ കുറിച്ചും അതിൻ്റെ റിസ്ക് മിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ റിസ്ക് കുറക്കാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ചാണ് ഓതേഴ്സ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും GS3 പേപ്പറിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസാസ്റ്റർ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.